സകലതും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരുടെ മാനസികാരോഗ്യത്തിനായി രക്ഷാപ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും ഏറെ ശ്രദ്ധയും പുലർത്തുന്നുണ്ട്. ഷഹദ് റഹ്മാൻ ചെയ്യുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. ഷഹദ്, നമുക്കറിയാം കേരളം കഴിഞ്ഞ ആ ദുരന്തം നടന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ പലയിടങ്ങളിലായി കേരളം ഒന്നാകെ അങ്ങോട്ടേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നു. കൂടുതൽ സഹായങ്ങൾ അവിടെ കുടുങ്ങി തുടങ്ങിയിരുന്നു. ഇപ്പോഴും ആ ഒഴുക്ക് അത് കൂടിയതല്ലാതെ കുറയുന്നില്ല. പക്ഷേ അതിൽ കൃത്യമായി അധികൃതർ ഇടപെടുന്നുണ്ട്. അനാവശ്യമായ രീതിയിലുള്ള പണപ്പിരിവുകളും അനാവശ്യമായി സാധനങ്ങൾ ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നതും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുകൂടി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ CMDRF-ലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന ആഹ്വാനം കൂടി സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നൽകുന്നുമുണ്ട്. എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ ക്യാമ്പുകളിൽ എത്രമാത്രം ആൾക്കാരുണ്ട്? എന്തൊക്കെ സാധനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? അനുജ, ഒപ്പം തന്നെ പ്രജിൻ, ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കുറേ അധികം സാധനങ്ങൾ എത്തുന്നുണ്ട്. അല്പം മുമ്പ് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നമ്മുടെ കേരളത്തിൽ നിന്നും മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ഇത്തരത്തിൽ സാധനങ്ങൾ ഒഴുകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇന്ന് നമ്മൾ ഈ ക്യാമ്പുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ആ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പിൽ പോയ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, അതായത് ഈ തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടകം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ രീതിയിലാണ് നമുക്ക് സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ അരി, അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങൾ, കൂടാതെ മറ്റ് അവശ്യ വസ്തുക്കൾ, അതുപോലെ തന്നെ മരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ആവശ്യമില്ല എന്ന കാര്യവും നിലവിൽ പറയുന്നുണ്ട്. കാരണം ഇത്തവണ നമ്മൾ ഈ ജില്ലാ ഭരണകൂടം ഒരു ആപ്പ് മുഖേനയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ആപ്പിൽ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്നും എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടാത്തതെന്നും, അതുപോലെ തന്നെ നിലവിൽ എന്തെല്ലാം സാധനങ്ങൾ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് ഇത്തവണ ഇല്ല എന്നുള്ളതാണ്. കാരണം അല്പം മുമ്പ് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മുൻപരിചയങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ദുരന്തങ്ങളെ ഒറ്റക്കെട്ടായി നേരിട്ട് നമുക്ക് ശീലമായി. അപ്പോൾ നമ്മൾ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ എണ്ണമുണ്ട്. ഏതെല്ലാം ക്യാമ്പുകളിൽ എന്തെല്ലാം വേണം, അതുപോലെ തന്നെ എന്തെല്ലാം വേണ്ട, എന്തെല്ലാം അധികമായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു കണക്ക് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അസിസ്റ്റന്റ് കളക്ടറാണ്, അല്ലെങ്കിൽ സബ് കളക്ടറാണ് അതിൻ്റെ മേധാവിയായിട്ട് അവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ആ ക്യാമ്പ് മൊത്തമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 10, 20, 30 വാഹനങ്ങളാണ് വിവിധ ക്യാമ്പുകളിലേക്കായിട്ട് പോകുന്നത്. അതിൽ മരുന്നുണ്ട്, പച്ചക്കറിയുണ്ട്, അരിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് അവശ്യ വസ്തുക്കളുണ്ട്, പുതപ്പുണ്ട്, സാനിറ്ററി പാഡുകളുണ്ട്, അതുപോലെ തന്നെ ചെരുപ്പുണ്ട്, അടിവസ്ത്രങ്ങളുണ്ട്, അങ്ങനെ എല്ലാമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നിലവിൽ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ആശങ്കയൊന്നുമില്ല. അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഈ സംഭാവന നൽകാനായിട്ട് നേരത്തെ സർക്കാർ സ്കാനർ അല്ലെങ്കിൽ QR കോഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ അത് ഒഴിവാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, അതുപോലെ തന്നെ ഈ യുവജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ ക്യാമ്പയിൻ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുമുണ്ട്. സേവ് വയനാട് എന്ന പേരിലാണ് ഹാഷ്ടാഗിൽ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ നടക്കുന്നത്. കഴിഞ്ഞ ബുള്ളറ്റിനിൽ ഹാഷ്മി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വയനാടിൻ്റെ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന കാര്യം കൃത്യമായിട്ട് ആ ഗ്രൂപ്പിൽ നമ്മളെ അറിയിക്കും. ആ സാധനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യം തീർന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യും. അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിലവിൽ ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിലവിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. വയനാട്ടിൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിജീവിക്കാൻ കൂടി പഠിച്ചു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ കണ്ട ഒരു പിറന്നാൾ ആഘോഷം. സുധാകരൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ദുരന്തം അത് അദ്ദേഹത്തിൻ്റെ എല്ലാമാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ 60 വർഷത്തെ സമ്പാദ്യമായിട്ടുള്ള ഒരു പുതിയ വീട്, അത് ഓണത്തിന് പാല് കാച്ചി പുതിയ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ആ വീട് ഒന്നാകെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അതിനെ ഓവർകം ചെയ്യാനുള്ള ശ്രമമാണ്. അദ്ദേഹത്തിൻ്റെ ആ പിറന്നാൾ ആഘോഷം അതൊരു നല്ല സന്ദേശമാണ് ഇന്നത്തെ ഈ ദിനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശരി.
ഷഹദ്, ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിലെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വീട് ഭാഗികമായി തകർന്നവർ, അല്ലെങ്കിൽ പേടിച്ച് വീടുകളിൽ നിന്ന് മാറിയവർ, അല്ലെങ്കിൽ നിർദ്ദേശത്തെ തുടർന്ന് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് ആ മേഖലയിൽ ഇപ്പോഴും വീടാതെ കിടക്കുന്ന വീടുകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുക, നല്ല ബലമുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് പോകാൻ ആൾക്കാർ മടിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ നേരത്തെ വന്നിരുന്നു. അപ്പോൾ അവരേക്ക് ഇനി എങ്ങോട്ടാണ് മാറ്റുക? ഈ ക്യാമ്പ് എത്ര കാലം തുടരും? ഇത്തരം വിവരങ്ങളൊക്കെ അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. ഒരു പുതിയ പുനർനിർമ്മാണം അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് എന്നൊക്കെയുള്ള പദ്ധതികൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞെങ്കിലും അതൊക്കെ എപ്പോഴായിരിക്കും അത് യാഥാർത്ഥ്യമാവുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ക്യാമ്പിൽ മറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റുക, അത്തരമൊക്കെ ഉള്ള നടപടികൾ, തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഒരു അവിടുത്തെ പഞ്ചായത്തൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? നിലവിൽ പ്രജിൻ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അന്തിമ തീരുമാനങ്ങളൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ക്യാമ്പ് എത്ര ദിവസം തുടരും എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ നിലവിലായിട്ടില്ല. കാരണം ഇപ്പോഴും ഈ ക്യാമ്പിൽ കഴിയുന്ന പല ആളുകളുടെയും ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും ഒന്നും കണ്ടു കിട്ടാത്തവരായിട്ടുണ്ട്. അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ്. നമ്മൾ അതിജീവിക്കാൻ അവരോട് പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ അവരെ അതിജീവിക്കാൻ അവർക്കൊപ്പം നിൽക്കുമ്പോഴും, അവർ നമുക്കൊപ്പം നിൽക്കുമ്പോഴും ഒക്കെ തന്നെ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവരെ വിട്ടുപിരിഞ്ഞ ആളുകളെ ഇപ്പോഴും അവർക്ക് കണ്ടുകിട്ടാനായിട്ടില്ല, പലർക്കും തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇപ്പോഴും പലരും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇടങ്ങളിലും അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടക്കുന്ന ഇടങ്ങളിലും ഒക്കെയായിട്ട് കയറി ഇറങ്ങുകയാണ്. അപ്പോൾ നിലവിൽ അത്തരത്തിൽ ഈ ക്യാമ്പ് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചൊന്നും ഒരു തീരുമാനവും നിലവിൽ എടുത്തിട്ടില്ല. അത്തരം തീരുമാനങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടാകുകയും ഇല്ല. എന്നാൽ അതേ ക്യാമ്പുകളിലെ കാഴ്ചകളൊക്കെ പ്രജൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇടത്തും കാണുന്ന കാഴ്ച എത്രത്തോളം വേദനാജനകമാണെന്നുള്ള, പ്രായമുള്ള കുറേ അമ്മമാർ അവർ കരയുകയാണ്. എൻ്റെ മക്കളെ കാണുന്നില്ല, ഭർത്താവിനെ കാണുന്നില്ല. ചിലരൊക്കെ ഈ വേർപാട് വിവരം അറിയുന്നത് പത്രം വായിക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്കാണ്. മാത്രമല്ല, ചില ആൾക്കാർ പറയുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ എന്താണ് പറയുക, അവരിങ്ങനെ മനസ്സ് മരവിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ രീതിയിൽ തന്നെയാണ് തങ്ങളുടെ നഷ്ടം എന്താണ്, തങ്ങളുടെ കുടുംബം നഷ്ടപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രയും വലിയ വേദനയും ആഘാതവുമാണ് അവർക്കുണ്ടായിട്ടുള്ളത്.